വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും അപ്പൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് കാലത്ത് അപ്പൂനെയും കൂട്ടി പൂ പറിക്കാൻ ഇറങ്ങിയതാണ്. കുട്ടികൾക്ക് ഓണത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് അതേക്കുറിച്ച് ഒക്കെ നന്നായി മനസ്സിലാക്കി കൊടുക്കുക എന്നത് കേരളീയരായ നമ്മുടെ കടമയാണ്. അപ്പോൾ പൂക്കളത്തെക്കുറിച്ചും മഹാബലി എന്നൊരു രാജാവ് ജീവിച്ചിരുന്നതുമൊക്കെ നല്ല കഥ പോലെ നമുക്ക് കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. ഓണത്തിന് പൂക്കൾ പറിച്ച് ഓണപ്പൂക്കൾ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പൂന് വലിയ താല്പര്യമായി. അങ്ങനെ മുറ്റത്തുള്ള പൂക്കളൊക്കെ ഇറുത്തെടുത്ത് ഞാനും അപ്പവും കൂടി വരാന്തയിൽ ഒരു പൂക്കളം തീർത്തുട്ടോ. അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിനിടയിൽ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ ഒരു മയിൽ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ മയിലിനെ സൂം ചെയ്യാനൊന്നും ദാ ഈ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള പൂവും ചെമ്പരത്തിയും 4 മണിപ്പൂക്കളും ഒക്കെയാണ് ഞങ്ങൾ പൂക്കളം തീർക്കുവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ശരിക്കും അപ്പൂൻ്റെ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പട്ടുപാവാടയൊക്കെ അപ്പൂനെ ധരിപ്പിച്ചത്. അപ്പൂൻ്റെ ഇഷ്ടത്തിനാണ് പൂക്കളം ഒരുക്കിയത് കേട്ടോ. അവസാനം ഞാൻ ഇത്തിരി മിനുക്ക് പണി നടത്തിയെന്ന് മാത്രം. ചിരിക്കുന്ന മുഖാക്ക് ദേഷ്യം, നാണം അങ്ങനെ എങ്ങനെയെന്നാണോ അതാണ്. ഇന്ന് ഊണിന് വേണ്ടിയിട്ട് ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കി. വളരെ സ്പെഷ്യലായ ഒരു സംഭവമായതുകൊണ്ട് തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. മൈക്രോ ഗ്രീൻസിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ എൻ്റെ വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കടല നടുന്നതൊക്കെ. അപ്പോൾ എൻ്റെ കടലയൊക്കെ മുളച്ച് വന്ന് നല്ല മൈക്രോ ഗ്രീൻസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിച്ചെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് അതിൽ ഇച്ചിരി ഉപ്പും മഞ്ഞളും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മൈക്രോ ഗ്രീൻസ് ഒന്ന് നുറുക്കി വെക്കാം. 2 ചിറ്റുള്ളി അഥവാ ഉള്ളി, നമ്മുടെ നാട്ടിൽ ചിറ്റുള്ളി എന്ന് പറയും. പിന്നെ 2-3 കാന്താരി മുളകുമാണ് കേട്ടോ ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് വറുത്ത് അതൊരു വശത്തേക്ക് മാറ്റി ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ ഈ മൈക്രോ ഗ്രീൻസ് ചേർത്ത് കൊടുക്കുകയാണ്.
എന്നിട്ട് ഇച്ചിരി ഉപ്പുകൂടി ചേർത്ത് കൊടുത്ത് നല്ല തീ തന്നെ ഒന്ന് വേവിക്കാം കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് റെഡി ആയിക്കോളും. ചെമ്മീൻ ഓൾറെഡി വെന്തിട്ടുണ്ട്. ചെമ്മീൻ ചെറിയ വേവല്ലേ ഉള്ളൂ. അപ്പോൾ ഈ മൈക്രോ ഗ്രീൻസ് കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരുകിയത് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കിടിലൻ മൈക്രോ ഗ്രീൻസ് സൈഡ് ഡിഷ് റെഡിയായി. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. മൈക്രോ ഗ്രീൻസ് കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. അല്പം ചെറുപയറോ കടലയോ അങ്ങനെ എന്താവട്ടെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് മുളപ്പിച്ചെടുത്ത് അത് നമുക്ക് ഒരു ട്രേയിൽ നിരത്തി കൊടുത്താൽ ഒരാഴ്ച കൂടി വേണ്ട 3-4 ദിവസത്തിനകം നല്ല മൈക്രോ ഗ്രീൻസ് നമുക്ക് മുളച്ച് വരുന്നത് കാണാം. ഇത് വളരെ പോഷക സമ്പുഷ്ടമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.